ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 10 രൂപ ഡയമണ്ട് ഇഷ്യൂ ബോട്ട് നോട്ടിനെ കുറിച്ചാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു 10 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. ഡയമണ്ട് ഇഷ്യൂ 10 രൂപ നോട്ട്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന 10 രൂപ ഡയമണ്ട് ഇഷ്യൂ നോട്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 10 എന്നുള്ളത് ഡിഫറൻറ്റ് വെറൈറ്റിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബോട്ട് ഇഷ്യൂ നോട്ടാണ്. ബോട്ട് ഇഷ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ വഴി ബോട്ട് ഇഷ്യൂ നോട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ട് ഇഷ്യൂ അല്ല, ഈ ഒരു ബോട്ട് ഇഷ്യൂവിൽ വരുന്നത് 10 എന്നുള്ള അക്കത്തിന് ഡിഫറൻറ്റ് വെറൈറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി നോട്ടാണ്. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട്. ഏകദേശം 300 രൂപ 700 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് നമുക്ക് കളക്ഷനിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒന്നോ രണ്ടോ നോട്ടൊക്കെ മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യൻ സർക്കുലേഷനിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ ബാങ്ക് നോട്ടാണ്. 1962-70 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ ഒരു നോട്ട് അച്ചടിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നോട്ട് നിലവിലില്ല. നമുക്ക് ഈ ഒരു നോട്ട് കളക്ഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സിബിഷൻ വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ ഒരു നോട്ട് കിട്ടത്തുള്ളൂ. ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് 10 രൂപയാണ്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 137x63 mm ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന 2 ഡിഫറൻറ്റ് സിഗ്നേച്ചറാണ് വരുന്നത്. ഒന്ന് LK ജാ, പിന്നെ വരുന്നത് PC ഭട്ടാചാര്യ. അപ്പോൾ 2 ഡിഫറൻറ്റ് സിഗ്നേച്ചറാണ് വരുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ഇത് LK ജാ സിഗ്നേച്ചറും ഇത് PC ഭട്ടാചാര്യ സിഗ്നേച്ചറുമാണ്. അപ്പോൾ PC ഭട്ടാചാര്യ സിഗ്നേച്ചറിനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു 700 രൂപ 750 രൂപ നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് വരുന്നത്. LK ജാ സിഗ്നേച്ചർ വരുന്ന നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 200 രൂപ മുതൽ 350 400 രൂപ വരെയാണ്. നല്ലൊരു UNC കണ്ടീഷന് 350 രൂപ 400 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് എക്സ്ട്രാ ഫൈൻ വെരിഫൈൻ കണ്ടീഷൻ നോട്ടുകളാണ്. അപ്പോൾ ഇതെനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെയൊക്കെ UNC കണ്ടീഷൻ വരുന്ന നോട്ട് തീർച്ചയായും അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കുറച്ച് നോട്ടുകൾ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ ഐ പ്രോമിസ് ടു പേ ദ ബേൺ ഓൺ ഡിമാൻഡ് ദ സം ഓഫ് 10 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെ 10 എന്നുള്ള അക്കം ഡിഫറൻറ്റ് ഒരു മോഡലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡയമണ്ട് സ്റ്റൈലിൽ. അതിന് താഴെ അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതും അതിന് താഴെ നമ്മുടെ ഗവർണറായിരുന്ന PC ഭട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്ക് അശോക് സ്തംഭമാണ് വരുന്നത്. അതിനോട് ചേർന്ന് 10 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ നമുക്കിവിടെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. F62329264 എന്നുള്ള സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ F എന്നുള്ളത് പ്രൊഫിക്സ് ആണ്. അണ്ടർപ്രിൻ്റഡ് ആയിട്ട് ഇൻസെറ്റ് പ്ലെയിൻ ഇൻസെറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു PC ഭട്ടാചാര്യയിൽ 2 ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഇൻസെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 2 നോട്ടും വെച്ച് ഞാൻ തീർച്ചയായും ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഈ ഭാഗത്തായിട്ട് അശോക് സ്തംഭം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 10 റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഡിഫറൻറ്റ് ലാംഗ്വേജിൽ 10 രൂപ എന്നുള്ള ആ ഒരു അക്ഷരങ്ങളിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. കോർണറായിട്ട് 10 എന്നുള്ള അക്കവും ഏറ്റവും താഴെ 10 റുപ്പേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്ക് അശോക് സ്തംഭമാണ് വരുന്നത്. അതിന് താഴെ 10 റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കോർണറായിട്ട് 10 എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 10 രൂപ PC ഭട്ടാചാര്യ LK ജാ ഇങ്ങനെ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന ഈ ഒരു നോട്ടിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി വരുന്ന നോട്ടാണ്. അപ്പോൾ പ്രൊഫിക്സും അതുപോലെ തന്നെ ഇൻസെറ്റും വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു നോട്ടുകൾക്കൊക്കെ വാല്യൂ കൂടുന്നതും കുറയുന്നതും. അപ്പോൾ ഇതുപോലുള്ള നോട്ടുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോട്ടൊക്കെ നിങ്ങൾക്ക് കളക്ഷൻ ചെയ്യാൻ ഡീലേഴ്സിൻ്റെ നിന്ന് കിട്ടുവാണെങ്കിൽ തീർച്ചയായും മേടിക്കുക. എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നോട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടുകളൊക്കെയാണ് ഇത്. നമുക്ക് ഇതിൻ്റെ വില നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 225 രൂപയ്ക്കാണ് ഈ ഒരു നോട്ട് LK ജായുടെ ഈ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ട് 225 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെയൊക്കെ UNC കണ്ടീഷൻ വരുമ്പോൾ നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഒന്നോ രണ്ടോ നോട്ടൊക്കെ മേടിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.